ശ്രീകൃഷ്ണ ജയന്തി ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ 8ാം അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമാണ് ഇത്. ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനും അന്ധകാരത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നതിനുമായി അദ്ദേഹം അവതാരമെടുത്തു എന്നാണ് വിശ്വാസം. ഈ ദിവസം വീടുകളിലും ക്ഷേത്രങ്ങളിലും വിശേഷ അലങ്കാരങ്ങൾ നടത്തി ഭക്തിഗാനങ്ങൾ, ഗീതാപാരായണം, കീർത്തനങ്ങൾ, വ്രതങ്ങൾ എന്നിവ നടത്തുന്നു. കുഞ്ഞുകൃഷ്ണനെ പ്രതിനിധീകരിച്ച് നിലവിളക്കുകൾ തെളിയിക്കുകയും ഉണ്ണിക്കണ്ണന്റെ കളികളുമായി ബന്ധപ്പെട്ട ഉണ്ണിയപ്പം, പാൽപായസം തുടങ്ങിയ പ്രത്യേക വിഭവങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ കൃഷ്ണവേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി ഭക്തിയുടെയും ആനന്ദത്തിന്റെയും പ്രതീകമായി മതസാംസ്കാരിക ജീവിതത്തിൽ വലിയ പ്രാധാന്യം വഹിക്കുന്നു. ദൈവിക പ്രതിച്ഛായയിൽ പോലും വെല്ലുവിളി നിറഞ്ഞ ഒരു ബാല്യത്തിൽ സ്നേഹത്തോടെയും കരുതലോടെയും സമാജ ശുശ്രൂഷയിലൂടെയും ഒരു സമൂഹത്തെ മുന്നോട്ട് നയിച്ച ഒരു ആദർശ രൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. വെറുപ്പിൽ നിന്നും തിന്മകളിൽ നിന്നും സാമൂഹിക അനാചാരങ്ങളിൽ നിന്നും ബാല്യത്തെയും സമൂഹത്തെയും സംരക്ഷിക്കാനായി ഗോവർദ്ധനം പോലും എടുത്തുയർത്തിയ മനീഷിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ആദർശധാര പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ബാലഗോകുലം ഏഷ്യയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ അനൗപചാരിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം അത്യാദരപൂർവം ബാലഗോകുലം ബാലദിനമായി ആഘോഷിക്കുകയാണ്. 50 വർഷം ബാല്യത്തിന് തണലേകിയ ബാലഗോകുലം ഈ വർഷം അതിന്റെ സുവർണ ജയന്തി ആഘോഷ നിറവിലാണ്. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാവട്ടെ എന്നതാണ് ഈ വർഷത്തെ ബാലദിന സന്ദേശം. ലഹരിയും ആസക്തിയും അക്രമവും അരാജക ചിന്തകളും അടിമപ്പെടുത്തുന്ന ബാല്യത്തെ സംരക്ഷിക്കുന്നതിനായി സാംസ്കാരിക മൂല്യങ്ങൾ അവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നിഷ്കളങ്കമായ സ്നേഹം നിറഞ്ഞ കുടുംബത്തിന്റെ മൂല്യങ്ങൾ നിറഞ്ഞ ഗ്രാമസങ്കല്പം അവർക്ക് തണൽ ഒരുക്കേണ്ടിയിരിക്കുന്നു. മൂല്യങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിയായി സമാജത്തെയും രാഷ്ട്രത്തെയും നെഞ്ചോട് ചേർക്കാൻ അവർക്ക് കഴിയണം. ഈ പ്രതിസന്ധി കാലങ്ങളിൽ കൃഷ്ണാവബോധത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ അമൃത് കുട്ടികളിലേക്ക് പകർന്നു നൽകാൻ നാടൊട്ടുക്കും ബാലഗോകുലങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ജനിച്ചതെന്നാണ് വിശ്വാസം. ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം. കംസന്റെ ശല്യങ്ങൾ കാരണം ശ്രീകൃഷ്ണൻ ജനിച്ച ഉടൻ വസുദേവർ അദ്ദേഹത്തെ അമ്പാടിയിലെ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്തെത്തിച്ചു. അർദ്ധരാത്രിയാണ് കൃഷ്ണ ഭഗവാന്റെ ജനനം നടന്നത് എന്ന് വിശ്വസിക്കുന്നു. അതിനാൽ ഈ ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടക്കുന്നു. ഈ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ശ്രീകൃഷ്ണ ജപങ്ങളുമായി കഴിയുന്നത് ഐശ്വര്യം നൽകുമെന്ന് വിശ്വസിച്ചു പോരുന്നു. വാസുട്ട നമസ്കാരം. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അങ്ങേക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? ശ്രീകൃഷ്ണനെ പോലത്തെ ഒരു തലമുറ ഭാരതത്തിൽ വളർന്നു വരണം. ഓക്കെ, അതായത് അത്രയും ആദർശധീരന്മാരായ യുവാക്കൾ അടുത്ത തലമുറ വളർന്നു വരണം. അടുത്ത. ഓക്കെ, താങ്ക് യു. പക്ഷേ നമസ്കാരം. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ് അങ്ങയുടെ അടുത്തുള്ളത്? ആധ്യാത്മികവും സാംസ്കാരികവുമായ അധപ്പതനത്തിലെ ശ്രീകൃഷ്ണ ജയന്തി പോലത്തെ ഉത്സവങ്ങൾ സമൂഹത്തിനെ ഉദ്ധരിക്കുന്നതാണ്. ശ്രീകൃഷ്ണൻ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ കാര്യം പ്രകൃതി സംരക്ഷണമാണ്. അത് മലയായാലും പുഴയായാലും സംരക്ഷിച്ച് നിർത്തുക എന്നാണ് ശ്രീകൃഷ്ണന്റെ ലക്ഷ്യം. ആ ഒരു സംസ്കാരം നിലനിർത്തി കൊണ്ടുപോവുകയും വേണം. ചെറിയ കുട്ടികളിലൂടെ ബാലഗോകുലത്തിലൂടെ സമൂഹത്തിൽ അത് പകർന്നു കൊടുക്കാൻ സാധിക്കണം. ശ്രീകൃഷ്ണൻ നൽകുന്ന വലിയ സന്ദേശമാണത്. ഓക്കെ മാഷേ, താങ്ക് യു വെരി മച്ച്.